Hello guys and welcome back to Best Car Picks. നമ്മൾ കഴിഞ്ഞ ദിവസം വിൻസർ പ്രോയുടെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ നെക്സോൺ ഇ വി വെച്ച് അതിനെ ഡയറക്റ്റ് കമ്പയർ ചെയ്തതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ ചെയ്തേക്കാന്ന്. ഇതൊരു പ്രോപ്പർ കമ്പാരിസൺ അല്ല, നമ്മുടെ രണ്ട് വാഹനങ്ങളുടെയും പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വിൻസർ നെക്സോണിന് മുകളിൽ എടുക്കാനുള്ള എന്തൊക്കെ പോയിന്റ്സ് ആണുള്ളതെന്നും അതുപോലെ തന്നെ വിൻസറിന് മുകളിൽ കൂടെ നെക്സോൺ ഇ വി എടുക്കാൻ എന്തൊക്കെ പോയിന്റ്സ് ആണുള്ളതെന്നും ആണ് നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസൺ ചെയ്യാൻ തന്നെ കാരണം ഇത് രണ്ടും സെയിം സെഗ്മെൻറ്റുള്ള വണ്ടികളൊന്നും അല്ല, അതെനിക്കറിയാം. പക്ഷേ പ്രൈസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കുറേയൊക്കെ സിമിലാരിറ്റികളുണ്ട്. അത് ലാസ്റ്റ് ഞാൻ പ്രൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് വീഡിയോയിൽ എന്തായാലും നമ്മളൊരു ഡീറ്റെയിൽഡ് പ്രൈസ് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡയമെൻഷൻസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻസർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു വാഹനമാണ്, എബോ 4 മീറ്റർ വാഹനമാണ്. നെക്സോൺ ഇ വി പക്ഷേ ചെറുതാണ്, സബ് 4 മീറ്റർ ആണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വിൻസർ 4.3 മീറ്റേഴ്സിനടുത്ത് ലെങ്ത് വരുന്നുണ്ട്, അതുപോലെ 1850 മില്ലിമീറ്റേഴ്സിൻ്റെ വിട്ടും വരുന്നുണ്ട്. വീൽ ബേസും വളരെ കൂടുതലാണ്, 2700 മില്ലിമീറ്റേഴ്സാണ് ഇതിൻ്റെ വീൽ ബേസ്. ഇനി അതേസമയം നെക്സോൺ ഇ വി എടുക്കാനാണെങ്കിൽ 3995 മില്ലിമീറ്റേഴ്സ് ലെങ്ത്തും 1811 മില്ലിമീറ്റേഴ്സാണ് അതിൻ്റെ വിട്ട് വരുന്നത്. വീൽ ബേസ് വളരെ കുറവാണ്, ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2498 മില്ലിമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് 202 mm വീൽ ബേസ് വിൻസറിന് കൂടുതലാണ്. അത് നേരെ ക്യാബിൻ സ്പേസിലോട്ടും വരുന്നുണ്ട്. എഗെയിൻ അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം സൈസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും വീൽ ബേസ് വിൻസറിന് കൂടുതലല്ലോ. പോരാത്തതിന് സ്കേറ്റ് ബോർഡ് ഇ വി ആർക്കിടെക്ചറും കൂടെയാണ്. നെക്സോൺ ഇ വി അവരുടെ ഈ ആക്ടി.ടി.വി പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയല്ല. ഇനി ഡയമെൻഷൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വിൻസറിൽ നമ്മൾ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കിട്ടുന്നത് നോക്കാം. ഞാൻ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് വ്യത്യാസം വരുന്ന ഇതിൻ്റെ വലിയ ഇൻഫോടൈം സിസ്റ്റമാണ്. 15.6 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇത്രയും വരുന്നത് ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റതിനകത്ത് 12.3 ഇഞ്ചും ഇതിൻ്റെ അകത്ത് 15.6 ആണ്. അപ്പോൾ നമ്മൾ പറയണമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫിസിക്കലായിട്ട് താഴെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് ടച്ച് സ്ക്രീൻ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ പക്ഷേ നമുക്ക് താഴത്തും ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് വരുന്നത്. ഇതിനകത്ത് അത് ഫിസിക്കലാണ്. പിന്നെ രണ്ട് വണ്ടികളിലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി വിൻസർ ഇ വിയിൽ നമുക്ക് 264 കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. എഗെയിൻ എത്രയൊക്കെ വേണമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. നെക്സോൺ ഇ വിയിലുണ്ട്, പക്ഷേ അത് 8 കളേഴ്സേ ഉള്ളൂ. സോ ഇതിൻ്റെ അകത്ത് ടെക്നിക്കലി കൂടുതൽ കളർ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൺറൂഫിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഗ്ലാസ് റൂഫാണ്, തുറക്കാൻ പറ്റില്ല. പാനോറാമിക് സ്കൈ റൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സോണിൻ്റെ അകത്ത് നമുക്കിപ്പോൾ പാനോറാമിക് സൺറൂഫ് കിട്ടുന്നുണ്ട്, അത് തുറക്കാൻ പറ്റും. പക്ഷേ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലും കുറച്ചും കൂടെ ചെറുതാണ്. ഇതിന് മുകളിൽ റൂഫ് ഏരിയ കുറച്ചും കൂടെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ സൺറൂഫ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്കൈ റൂഫിൻ്റെ സൈസും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇനി അടുത്ത വ്യത്യാസം വരുന്നത് ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലാണ്. നമുക്ക് നെക്സോൺ ഇ വിയുടെ സീറ്റ് അങ്ങനെ റിക്ലൈനും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ വണ്ടിയുടെ സീറ്റ് സാധാരണ രീതിയിലല്ല 135 ഡിഗ്രി വരെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. സാധാരണ വണ്ടികളൊക്കെ ചെറിയ റിക്ലൈൻ ആംഗിൾ നമ്മൾ കാണാറുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് റിക്ലൈൻ ചെയ്ത് ശരിക്കും നമ്മൾ ഏകദേശം ഒരു കിടക്കുന്ന പൊസിഷൻ വരെയൊക്കെ തന്നെ പോകും. സോ 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയായിരിക്കും. ഇനി അടുത്ത ഒരു ചേഞ്ച് വരുന്ന ഈ വാഹനത്തിനകത്ത് നമുക്ക് ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ് അല്ലെങ്കിൽ പവർ ടെയിൽ ഗേറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതവർ കർവിൽ കൊടുത്തു, പക്ഷേ നെക്സോണിൽ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ അകത്ത് നോർമൽ ടെയിൽ ഗേറ്റ് തന്നെയാണ്, നമ്മൾ തന്നെ വലിച്ചു പോക്കണം. അതുപോലെ തന്നെ കർവിൽ വന്നു, പക്ഷേ നെക്സോണിൽ വരാത്തൊരു ഫീച്ചറാണ് ലെവൽ 2 ADAS അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. അതിപ്പോൾ ഈ വിൻസർ പ്രോ ഇറക്കിയ സമയത്ത് MG അതും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് ADASനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ അതും നെക്സോണിൽ ഇതുവരെ വരാത്തത് കൊണ്ട് ഇതിനൊരു അഡീഷണൽ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. ഇനി പിന്നൊരു വ്യത്യാസം വരുന്ന അലോയ് വീൽസിൻ്റെ സൈസിൻ്റെ കാര്യത്തിലാണ്. ബേസ് മോഡലാണെങ്കിൽ 17 ഇഞ്ചും ടോപ്പ് എൻഡ് ആണെങ്കിൽ 18 ഇഞ്ച് അലോയ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോൾ വിൻസർ പ്രോയിൽ അലോയ്സിൻ്റെ ഡിസൈനിലും ഒരു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നെക്സോൺ ഇ വിയിൽ നമുക്ക് മാക്സിമം 16 ഇഞ്ച് വരെയുള്ള അലോയ് വീൽസ് മാത്രമേ കിട്ടുള്ളൂ. എഗെയിൻ കർവ് ഇ വി വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ അതിന് 18 ഇഞ്ച് ഉണ്ട്, പക്ഷേ അതിന് അഗെയിൻ റേറ്റും കൂടുതലാണ്. ഇനി അടുത്ത ഫൈനൽ ഫീച്ചർ ഫ്രണ്ടിൽ വരുന്ന ഇലക്ട്രിക് സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. 6-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് നെക്സോണിൽ ഇപ്പോഴും നോർമൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. ഇതും കർവിലുണ്ട്, പക്ഷേ നെക്സോണിലില്ല. പക്ഷേ നമ്മളിപ്പം പ്രൈസ് പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നെക്സോണും അതുപോലെ ഇതും കമ്പയർ ചെയ്യുന്നത്. ആകെപ്പാടെ 30,000 രൂപയുടെ വ്യത്യാസമുള്ളൂ ടോപ്പിൻ്റെയും ഇതും. പ്രൈസ് ഞാൻ ഇത് കഴിഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. എനിവേ ഇപ്പോൾ ഫീച്ചേഴ്സ് മാറ്റി അടുത്തൊരു പ്ലസ് പോയിന്റിലേക്ക് കിടക്കാനാണെങ്കിൽ അത് ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് സ്പേസ് ആണ്. ഇപ്പോൾ വിൻസർ പ്രോ ഇറക്കിയപ്പം അവർ ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ തീമിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വേണമെങ്കിൽ ബ്ലാക്ക് ഇൻറ്റീരിയർ എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ഐവറി പോലത്തെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഇൻറ്റീരിയറും അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു കളർ. അത് കുറച്ചൊരു ക്യാബിൻ്റെ ഒരു എയറിനെസ് ഒക്കെ കൂട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിയർ സീറ്റ് സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം കിട്ടുന്നുണ്ട്. എഗെയിൻ നെക്സോൺ ഇ വിയിലും നമുക്ക്
ബാക്കിൽ കളർ ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാം. ബാക്കിൽ നല്ല മൊത്തത്തിലുള്ള സീറ്റിംഗ് കൺഫിഗറേഷൻ റെഡ് ഡാർക്ക് എടുക്കാനാണെങ്കിൽ ഒരു ഡാർക്ക് ആൻഡ് റെഡ് തീമിലുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. നോർമൽ വണ്ടിയിൽ നമുക്ക് ഇതുപോലെ തന്നെ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ റിയർ സീറ്റ് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു മാച്ചും ഇല്ല. ഈ വണ്ടിയിൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും വിടർന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഈ വാഹനത്തിന് അത്യാവശ്യം വീതിയുണ്ട്. ഇനി സീറ്റും അത്രയും റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബാക്കിലിരുന്ന് പോകുന്നവർക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. ഫ്രണ്ടിലത്തെ സീറ്റിനാണെങ്കിലും നെക്സോൺ EV കിട്ടുന്ന സീറ്റ്സിനും കുറച്ചുകൊണ്ട് വിട്ട് കൂടുതലാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഈ വണ്ടി കുറച്ചുകൂടി മുന്നിലാണ് നിൽക്കുന്നത്. എനിക്ക് പേഴ്സണലി ഒരു സജഷൻ തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ എയറോ ലോഞ്ച് സീറ്റ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ രസമുണ്ടെങ്കിലും ആ ഒരു ഡോട്ടഡ് പാറ്റേൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ചിലപ്പം കുറച്ച് കാലത്തേക്ക് തോന്നുമായിരിക്കും. ഞാൻ ആദ്യം ഇരുന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ബേസ് മോഡലും അതുപോലെ ടോപ്പ് മോഡലും ഇരുന്ന് നോക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് ബേസ് മോഡൽ ഫാബ്രിക് സീറ്റാണ്, പക്ഷേ അതിരിക്കുമ്പോൾ കുറച്ചുകൊണ്ട് സുഖമുണ്ട് ഈ ടോപ്പ് മോഡൽ വരുന്ന ലെതറിട്ട് നമ്മുടെ ഈ ഡോട്ടഡ് പാറ്റേണുള്ള സീറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എനിവേ ക്യാബിൻ സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും വിൻസർ EV തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നെക്സോൺ EVയിൽ നമുക്ക് മാക്സിമം 350 ലിറ്റർ വരെയാണ് സീറ്റെല്ലാം പൊങ്ങിയിരിക്കുന്ന സമയത്ത് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ 580 മുതൽ 604 ലിറ്റേഴ്സ് വരെയുള്ള ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് സീറ്റെല്ലാം പൊങ്ങിയിരിക്കുന്ന സമയത്ത്. സോ ബൂട്ടിൻ്റെ കാര്യത്തിലും ഈ വണ്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി അടുത്ത ഈ വാഹനത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഓൾമോസ്റ്റ് നെക്സോൺ EVയുടെ പ്രൈസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ സൈസ് കൂടിയൊരു ബാറ്ററി പാക്ക് കിട്ടുന്നുണ്ട്. 52.9 kWh ബാറ്ററി പാക്കാണ് വിൻസർ പ്രോയിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന റേഞ്ച് 449 ആണ്. അതിപ്പം ടാറ്റയുടെ ക്ലെയിംഡ് റേഞ്ചിനൊക്കെ കുറച്ചുകൂടെ കുറവാണ്. ടാറ്റയുടെ 45 kWh മോഡലിന് അവർ 489 കിലോമീറ്റേഴ്സ് റേഞ്ച് ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് 320 to 350 ഇടയിലൊക്കെ കിട്ടുള്ളൂ. ഈ വണ്ടിക്ക് പക്ഷേ 450 അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും 400 മുകളിൽ നമുക്ക് ഉറപ്പായിട്ടും റേഞ്ച് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മറ്റേ വിൻസറിൻ്റെ 38 kWh വരുന്ന മോഡലിന് ആൾക്കാർക്ക് ക്ലെയിംഡ് റേഞ്ചിലും കൂടുതൽ കിട്ടിയവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 330 കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച്. പക്ഷേ 300 നോർമലായിട്ട് കിട്ടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, 350 വരെ കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഏകദേശം ആ ഒരു രീതിയിൽ നമുക്ക് റേഞ്ചിൻ്റെ ഫിഗേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കിയാലും റേഞ്ച് കൂടുതൽ കിട്ടുന്ന ഈ വണ്ടിക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ആസ്പെക്ട്സ് ഒക്കെ വരുന്നത്. സ്പേസ്, കംഫർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു ചെറിയ നെഗറ്റീവ് വരുന്ന സസ്പെൻഷൻ്റെ കേസിലാണ്. അതൊക്കെ നമുക്ക് നെക്സോൺ EVയുടെ കാര്യത്തിൽ പറയാം. പിന്നെ ഞാൻ ഈ 2 വാഹനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ പറയുന്നതല്ല, നിങ്ങളിനി അങ്ങനെ വിചാരിക്കേണ്ട. വിൻസർ EV പ്രോ ഓടിച്ചിട്ടില്ല, അതിപ്പം ഓഫ് കോഴ്സ് ഇപ്പോൾ ഇറങ്ങിയ വണ്ടിയാണ്. പക്ഷേ അതിലും പവറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് 136 PS പവറും അതുപോലെ 200 ടോർക്കും തന്നെ കിട്ടുന്നുള്ളൂ. അതിപ്പോൾ പ്രോ ആണെങ്കിലും ബാറ്ററി സൈസിന് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ, പവറൊന്നും അവർ കൂട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിൻസർ EVയുടെ അഡീഷണൽ പ്ലസ് പോയിന്റ്സ്. ഇനി നെക്സോൺ EV എടുക്കാനുള്ള അഡീഷണൽ റീസൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഞാൻ ഈ ഡിസൈൻ അതുപോലെ ഡയമെൻഷൻസ് ഒന്നും പറയുന്നില്ല. ഡിസൈൻ ഓഫ് കോഴ്സ് മിക്ക ആൾക്കാർക്കും വിൻസർ EVയുടെ ഡിസൈൻ നെക്സോണിനേക്കാൾ കുറച്ചും കൂടെ മോശമായിട്ട് തോന്നിയേക്കാം. കാരണം ഒരു വട്ടം വരച്ച പോലെയാണ് വിൻസർ EV കാണാനിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവും ആൾക്കാർ കാണുന്നതിൻ്റെ ഡിസൈൻ തന്നെയാണ്. നെക്സോൺ EV പക്ഷേ അത്യാവശ്യം കൺവെൻഷണൽ ആയിട്ടുള്ള ഡിസൈനുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടമായിരിക്കും. പിന്നെ ഡയമെൻഷൻസിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഇവിടെ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് ആക്ച്വലി ഇല്ല. ഒരു ഫീച്ചർ വരുന്ന ഇതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റിൻ്റെ ഡാൻസിങ് ഫീച്ചർ, അല്ലെങ്കിൽ ഡൈനാമിക് ലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലൈറ്റിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ അത്യാവശ്യം നല്ലതാണ്. വിൻസർ EVയിലൊന്നും വരുന്നില്ല. കുറച്ച് ഫാൻസി ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ അടുത്ത ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോ ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിപ്പോൾ ഒരു ഫീച്ചറായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആയിട്ട് തോന്നും. വിൻസറിലും 2 സ്പോക്ക് തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഇലൂമിനേറ്റഡ് ലോഗോ ഒന്നുമില്ല. ലോഗോ ഒക്കെ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, അതായത് പിടിക്കുന്ന ഫീലൊക്കെ മറ്റു തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്. ഹോൺ അടിക്കാനും കുറച്ചും കൂടെ സുഖം വിൻസറിൻ്റെ സ്റ്റിയറിംഗ് വീലിലാണ്. ഇതിനകത്ത് ഹോൺ കറക്റ്റ് നമ്മൾ നടുവിൽ ഞെക്കണം. എൻഡിൽ ഞെക്കാനാണെങ്കിലും ഒരു സൈഡിൽ കുറച്ച് ഹാർഡും മറ്റേ സൈഡിൽ കുറച്ച് സോഫ്റ്റും ഒക്കെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ നടുവിൽ താഴത്തെ പോർഷൻ ഞെക്കാനാണെങ്കിൽ ആ പ്ലാസ്റ്റിക് അത്യാവശ്യം നന്നായിട്ട് ഹോൺ അടിക്കാൻ പറ്റും. അവിടെ മാത്രമേ പ്രോപ്പറായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്പോക്ക് കുറച്ച് തള്ളിയിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ എന്നെപ്പോലെ സ്പോക്കിലൊക്കെ പിടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇനി അടുത്ത ചെറിയൊരു പ്ലസ് പോയിന്റ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ട്രങ്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ഇതിൻ്റെ അകത്തൊരു ഫ്രണ്ട് ട്രങ്ക് വെക്കാം എന്ന് പറയുന്നു. എത്ര പേര് ഇത് വെക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. 5GB മുതലാണ് അവർ ആ ഒരു ട്രെൻഡ് തുടങ്ങിയത്. ഇതിനകത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് 45 kWh വന്നപ്പോൾ തൊട്ട്. എന്തായാലും സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആയിട്ട് അത് അവൈലബിൾ അല്ല, നിങ്ങൾ അഡീഷണൽ ആയിട്ട് തന്നെ വെക്കേണ്ടി വരും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിൻ്റെ അകത്തുള്ള ഒരു അഡീഷണൽ ഫീച്ചർ 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. നമുക്ക് വിൻസർ EVയിലും ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അത് 8.8 ഇഞ്ച് സൈസ് ഉള്ളൂ. കമ്പാരിസൺ സൈസ് വെച്ച് ചെയ്യുമ്പോൾ മറ്റിനകത്തിന് 15.6 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ തീർച്ചയായും അത് പറയണമല്ലോ. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഗ്രാഫിക്സും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മറ്റതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാം. മറ്റേ സൈസും ചെറുതാണ്. ആനിമേഷൻസ് ഒക്കെ ആണെങ്കിലും അത്ര ഭയങ്കര റിയലിസ്റ്റിക് അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു സുഖമുള്ളതായിട്ട് ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല.
ഇനി നെക്സോൺ ഇ വിയിൽ നമുക്ക് പിന്നെ പോസിറ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. തീർച്ചയായും വിൻസർ ഇ വി അത്രയും വെയിറ്റ് ഉള്ള വാഹനമാണ്, പിന്നെ സൈസ് കൂടുതലാണ്, ബൾക്കിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഹാൻഡ്ലിംഗ് അത്ര നല്ലതൊന്നുമല്ല. നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആണെങ്കിലും കുറച്ച് ലൂസാണ് സ്റ്റിയറിംഗ് സെൻറ്റർ റൈറ്റ് പൊസിഷനിലൊക്കെ. അത്യാവശ്യം വേപ്പൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കര ഓവറായിട്ട് കോർണേഴ്സിലൊന്നും പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാനോ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷാസിയൊന്നും അല്ല വാഹനത്തിൻ്റെ. ഇത് പക്ഷേ പിന്നെയും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം സ്പോർട്ടി ആയിട്ടും സ്പിരിറ്റഡ് ആയിട്ടൊക്കെ ഓടിക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഹാൻഡ്ലിംഗ് ഈ വാഹനത്തിൽ മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റൈഡ് ക്വാളിറ്റി ആണെങ്കിലും മറ്റേതിൻ്റെ വീൽസ് 18 ഇഞ്ച് ആയതുകൊണ്ടും കൂടി ആയിരിക്കാം. പിന്നെ അതിൻ്റെ സസ്പെൻഷനും കുറച്ച് സ്റ്റിഫാണ്. നെക്സോൺ ഇ വിയുടെ നോർമൽ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിഫാണ്. ബാറ്ററിയുടെ അഡീഷണൽ വെയിറ്റ് ഒക്കെ ഇതിന് സഹിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ വിൻസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് വരുന്ന നെക്സോൺ ഇ വിയിൽ തന്നെയാണ്. ഇനി അടുത്തത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേസാണ്. വിൻസർ ഇ വി പ്രോയുടെ എത്രയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് അവരവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ചില വെബ്സൈറ്റിൽ 55 എന്ന് പറയുന്നു, ചിലതിൽ 60 kWh എന്ന് പറയുന്നു. ഞാൻ DC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. നെക്സോൺ ഇ വിയിൽ നമുക്ക് എന്തായാലും 60 kWh വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ 10 to 80% 40 minutes ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. മറ്റതിൻ്റെ ബാറ്ററിയുടെ സൈസ് കൂടി 38 kWhൻ്റെ അകത്ത് നമുക്ക് 50 kWh ആയിരുന്നു അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയതിൻ്റെ അകത്ത് എത്രയാണെന്ന് അറിയില്ല. അതിൻ്റെ അകത്തും 50 തന്നെയാണെങ്കിൽ നെക്സോൺ ഇ വി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സമയം ചാർജ് ചെയ്യാൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും, കാരണം ബാറ്ററിയുടെ സൈസ് കൂടുതലാണ്. ഇനി മറ്റൊരു മേജർ പ്ലസ് പോയിന്റും കൂടെ നമ്മുടെ നെക്സോൺ ഇ വിക്ക് വരുന്ന പവറിൻ്റെ കേസിലാണ്. 0 to 100 ക്ലെയിം സമയം ഇതിന് കുറവാണ്. 8.9 seconds ആണ് വരുന്നത്. വിൻസർ ഇ വി ഓൾമോസ്റ്റ് 9.5 seconds 0 to 100 എത്താനായിട്ട് എടുക്കുന്നുണ്ട്. ഈ പുതിയ ബാറ്ററി പാക്കിൻ്റെ അറിയില്ല, അവർ പവർ കൂട്ടാതെ തന്നെ ബാറ്ററിയുടെ സൈസ് കൂട്ടിയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയി കാണുമായിരിക്കും. 9.6 or 9.7 seconds വല്ലതും ആയിരിക്കും. പക്ഷേ എന്തായാലും ഓവറോൾ പവറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതിന് പവറും കൂടുതൽ. ഓൺ പേപ്പർ 145 PS 215 Nm ടോർക്കുമാണ് നെക്സോൺ ഇ വിക്ക് വരുന്നത്. മറ്റേത് നമുക്ക് 136 PS പവറും അതുപോലെ 200 Nm ടോർക്കോ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പവറിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നെക്സോൺ ഇ വി തന്നെയാണ് കുറച്ചുകൂടെ മുൻപിൽ നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഇൻ കേസ് പവറാണ് കൂടുതൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ നോർമലി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇലക്ട്രിക് വണ്ടികളെല്ലാം ഏകദേശം ഒരേപോലെയാണ് പോകുന്നത്. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പുഷ് ബാക്ക് കിട്ടും, ആ ഇമ്മീഡിയറ്റ് ടോർക്ക് റഷ് ഉള്ളതുകൊണ്ട്. പക്ഷേ ആക്സിലറേഷൻ എടുക്കുന്ന സമയത്ത് നെക്സോൺ ഇ വി ഫാസ്റ്റ് ആയിരിക്കുന്നു മാത്രം. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് രണ്ട് വാഹനങ്ങളുടെയും പ്രൈസും കൂടെ കമ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ വിൻസർ ഇ വിയുടെ എല്ലാ വേരിയൻസും കാണിച്ചിട്ടുണ്ട്. എസ് പ്രോ എന്ന് പറയുന്നത്, എസെൻസ് പ്രോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയ അതിൻ്റെ ലോങ് റേഞ്ച് മോഡലാണ്. നെക്സോൺ ഇ വിയുടെ ഞാൻ ലോങ് റേഞ്ച് മോഡൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിന് മീഡിയം റേഞ്ച് എടുത്തിട്ടില്ല. കാരണം 30 kWh ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പഴയ ബാറ്ററി പാക്കാണ്, 2020 ഇറങ്ങിയതാണ്. അതിപ്പോൾ നമ്മൾ കമ്പാരിസൺ എടുത്തിട്ട് വലിയ കാര്യമില്ല. വിൻസർ ഇ വിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 38 kWh ബാറ്ററി പാക്കിൽ തന്നെ ആൾക്കാർക്ക് 300-300 മുകളിലൊക്കെ ആയിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്. സോ നെക്സോൺ ഇ വിയിൽ വരുന്ന 45 kWh മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ കുറവ് റേഞ്ച് അതിന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം അത് തമ്മിൽ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. പിന്നെ പ്രോ മോഡൽ നമുക്ക് ഓൾറെഡി അറിയാം, റേഞ്ച് കൂടുതലാണ്, ബാറ്ററിയുടെ സൈസും കൂടുതലാണ്. അത് ഡയറക്റ്റ് കമ്പയർ ചെയ്യാനാണെങ്കിൽ നെക്സോൺ ഇ വിയുടെ എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് മോഡൽ 16.99 lakhs ആണ് എക്സ് ഷോറൂം. ഇതിൻ്റെ 17.49 lakhs ആണ് ഇപ്പോഴത്തെ ഇൻട്രൊഡക്ടറി പ്രൈസ്. അത് പക്ഷേ ആദ്യത്തെ 8,000 കസ്റ്റമേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഒരു പ്രൈസ് കൂട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ 50,000 രൂപയുടെ വ്യത്യാസമാണ് എക്സ് ഷോറൂം പ്രൈസിൽ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നെക്സോൺ ഇ വിയുടെ റെഡ് ഡാർക്ക് എഡിഷൻ എടുക്കുകയാണെങ്കിൽ 30,000 രൂപയുടെ വ്യത്യാസം മാത്രമേ വിൻസർ ഇ വിയും അതുപോലെ നെക്സോൺ ഇ വിയും തമ്മിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഓൺ റോഡ് വരുമ്പോഴേക്കും കുറച്ചുകൂടെ വ്യത്യാസം കൂടും. ഈ 30,000 എന്ന് പറയുന്നത് ചിലപ്പോൾ 45,000 ആവാം. അതുപോലെ 50,000 എന്ന് പറയുന്നത് ചിലപ്പോൾ 75,000 ആ റേഞ്ചിലേക്കൊക്കെ പോയേക്കാം. പക്ഷേ എന്നാലും നമ്മൾ അത്രയും അഡീഷണൽ എമൗണ്ട് കൊടുത്ത് വിൻസർ ഇ വി എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സോൺ ഇ വി എടുക്കുകയാണെങ്കിലുള്ള പ്ലസ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ ഒരു സെഡൈ ഡ്രൈവറാണ്, ഒരുപാട് പവർ ഒന്നും വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് വിൻസർ. അതായത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഓപ്ഷൻ, നമുക്ക് പോയിന്റ് എ ടു പോയിന്റ് ബി വരെ എത്താൻ പറ്റിയ നല്ലൊരു വണ്ടി. അതാണ് വിൻസർ ഇ വിയെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സോൺ ഇ വി പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സ്പോർട്ടി ആയിട്ട് ഓടിക്കണം, ഇടയ്ക്കൊക്കെ കുറേ കട്ടൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ കുറച്ച് കോമ്പാക്ട് ഡയമെൻഷൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ വീതി അല്ലെങ്കിൽ ആ ഒരു നീളത്തിൻ്റെയൊക്കെ പ്രശ്നം വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നെക്സോൺ ഇ വി കൺസിഡർ ചെയ്യാം. ഓവറോൾ ആഫ്റ്റർ സെയിൽസിൻ്റെ സപ്പോർട്ടൊക്കെ പൊതുവെ എം ജിയുടെ വളരെ നല്ലതാണ്. പിന്നെ ചിലപ്പം ചില സിറ്റുവേഷൻസിൽ മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വണ്ടി എടുത്തിട്ട് അവർ ചാർജർ വെച്ച് കൊടുക്കാൻ കുറച്ച് ഡിലേ ആയിരുന്നു. 2 ആഴ്ച എന്തോ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ചാർജർ വെച്ച് കൊടുത്തത്. അതുപോലെ ടാറ്റയുടെ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ഡീലർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ മിക്ക സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ഓണേഴ്സിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത്, അവിടുത്തെ ഡീലർഷിപ്പിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ഇവിടുത്തെ കണ്ടിരിക്കുന്നതിൽ വെച്ച് നമ്മുടെ എറണാകുളത്ത് ഉള്ള ടാറ്റ.EV ഷോറൂം, അതായത് എടപ്പള്ളി, ഇങ്ങനെ 2 സ്ഥലത്തുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നിങ്ങൾ .EV ഷോറൂംസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണുള്ളതെങ്കിൽ അവിടെ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്.
എന്തായാലും അതാണ് നമ്മുടെ വിൻസർ ഇവിയുടെയും അതുപോലെ നെക്സോൺ ഇവിയുടെയും അപ്ഡേറ്റ് ഓർ ചെറിയൊരു കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വിൻസർ ഇവി പ്രോ വെച്ചാണ് കൂടുതലും കമ്പയർ ചെയ്തത്. കാരണം ഈ പറഞ്ഞ കുറേ ഫീച്ചേഴ്സൊക്കെ എൻ്റെ അതി അടുത്താണ് വന്നത്. എനിവേ ഗൈസ്, നിങ്ങൾക്ക് ഈ രണ്ട് വാഹനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് കമൻസിൽ പറയുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1 ലൈക്കിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് വളരെ പെട്ടെന്നാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.